വിവാദങ്ങൾക്കിടെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന സർക്കാർ. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ 2ന്റെ അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. സർക്കാർ അവതരിപ്പിച്ച ബിൽ തട്ടിക്കൂട്ടാണെന്ന് പ്രതിപക്ഷം. സ്വകാര്യ സർവകലാശാല നിയമം സംബന്ധിച്ച് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. 2025 സർവകലാശാല നിയമങ്ങളിലെ ഭേദഗതി ബില്ലും കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലയിൽ സ്ഥാപനവും നിയന്ത്രണവും ബില്ലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അവതരിപ്പിച്ചു. ഇതിൽ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2ാം നമ്പർ ബില്ല് 20-ാം തീയതിയിലേക്ക് മാറ്റി. സർവകലാശാലകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് മന്ത്രി കൂടിയായ പ്രോ ചാൻസലറിലേക്ക് അധികാരങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പ്രോ ചാൻസലർക്ക് നിലവിൽ ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലറുടെ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുന്നതിനുള്ള അധികാരമാണ് ഉള്ളത്. പ്രോ ചാൻസലർക്ക് ബില്ലിൽ പരാമർശിച്ചിരിക്കുന്ന അധികാരങ്ങൾ നൽകുന്നത് മുഖേന പ്രോ ചാൻസലർക്ക് സർവകലാശാലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അക്കാദമികവും ഭരണപരവുമായ കാര്യങ്ങൾ സംബന്ധിച്ച രേഖകൾ വിളിച്ചു വരുത്തുക, സർവകലാശാലകളിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പരിശോധന നടത്തുക തുടങ്ങിയ അധികാരങ്ങളാണ് ഇപ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം സർവകലാശാല ബില്ലുകൾ തട്ടിക്കൂട്ടാണെന്ന് 2ാമത്തെ ബില്ല് സെലക്ട് കമ്മിറ്റിക്കും ബാക്കി 2 ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെ, അത് നേരിടുന്ന ഗൗരവതരമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ലല്ല, മാത്രമല്ല തട്ടിക്കൂട്ടി തയ്യാറാക്കിയൊരു ബില്ലാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാണ്. വൈസ് ചാൻസലർമാരുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി ദുർബലപ്പെടുത്തി പൊതു സർവകലാശാലകളെ മുഴുവൻ തകർക്കുകയും അതിൻ്റെ ഓട്ടോണമസ് സ്വഭാവം നശിപ്പിക്കുകയും ചെയ്യുന്ന ബില്ലാണ് 2ാമത്തെയും 3ാമത്തെയും ബില്ല്. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്കും അയക്കണം, മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബില്ലിനുമേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് അവതരണം മാറ്റിവെക്കാൻ കാരണം. ബില്ലിന്റെ മലയാളം പതിപ്പ് മാത്രമാണ് ഗവർണർക്ക് അയച്ചു നൽകിയത്. ബില്ലിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഗവർണർക്ക് അയച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.